പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒരു മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അവസാനം അടുത്തുവെന്ന് അറിയുമ്പോൾ പറയുന്ന വാക്കുകൾക്ക് ഒരു പ്രത്യേക ഭാരം ഉണ്ടാകും. അപ്പോൾ മുഖാവരണങ്ങൾ എല്ലാം വീഴും, നടിപ്പുകൾ അവസാനിക്കും. ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ എന്തുണ്ടോ അതാണ് പുറത്തുവരുന്നത്. ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ അത്തരത്തിലുള്ള രണ്ട് വിടപറച്ചിലുകൾ കേൾക്കുന്നു. ആദ്യ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ എഫേസിലെ സഭാമൂപ്പന്മാരോട് സംസാരിക്കുന്നു. ഒരു ആത്മീയ പിതാവ് തന്റെ മക്കളോട് വിട പറയുന്നതുപോലെ കഷ്ടതകൾ തന്നെ കാത്തിരിക്കുന്നുവെന്ന് അവൻ അറിയാം. ഈ യാത്രയ്ക്ക് വലിയ വില കൊടുക്കേണ്ടിവരുമെന്ന് അവൻ ബോധ്യമുണ്ട്. എങ്കിലും വലിയ സമാധാനത്തോടെ അവൻ പറയുന്നു, ദൈവത്തിന്റെ പൂർണ്ണ പദ്ധതി നിങ്ങളോട് അറിയിക്കുന്നതിൽ ഞാൻ ഒരിക്കലും പിന്നോട്ടില്ലായിരുന്നു. സുവിശേഷത്തിൽ നമ്മൾ അപ്പർ റൂമിലേക്ക് കടക്കുന്നു. യൂദാസ് ഇതിനകം ഇരുളിലേക്ക് പോയിരിക്കുന്നു. ക്രൂശ് ഇനി മണിക്കൂറുകൾ മാത്രം അകലെയാണ്. അപ്പോൾ യേശു സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി പ്രാർത്ഥിക്കുന്നു, പിതാവേ, സമയം എത്തിയിരിക്കുന്നു. ഇവിടെ നമ്മെ ഏറ്റവും സ്പർശിക്കുന്നത് യേശുവിന്റെയും പൗലോസിന്റെയും ധൈര്യമാണ്. ഇരുവരും സത്യം മിണ്ടാതെയാക്കിയില്ല. ജനപ്രിയതയ്ക്കായോ സൗകര്യത്തിനായോ അവർ സത്യത്തെ മൃദുവാക്കിയില്ല. അവർ തിരഞ്ഞെടുത്തത് ജനങ്ങളുടെ അംഗീകാരം അല്ല, വിശ്വസ്തതയായിരുന്നു. ഇന്നത്തെ തിരുവചനം നമ്മോടും ഒരു അസ്വസ്ഥമാക്കുന്ന ചോദ്യം ചോദിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നാം എന്തു പറയും? കർത്താവേ, ഞാൻ സുഖമായി ജീവിച്ചു എന്നോ? അല്ലെങ്കിൽ കർത്താവേ, നീ എനിക്ക് ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി എന്നോ? ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് നല്ലവനായിരിക്കുക എന്ന ആശയത്തെയാണ്. ആരെയും വേദനിപ്പിക്കരുത്, ആരെയും ചോദ്യം ചെയ്യരുത്, ബുദ്ധിമുട്ടുള്ള സത്യങ്ങൾ പറയരുത്. ഇങ്ങനെ പതുക്കെ നമ്മുടെ സംസ്കാരം സ്നേഹത്തെ മിണ്ടാതെയുള്ള സമ്മതം ആയി തെറ്റിദ്ധരിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി പല ക്രിസ്ത്യാനികളും നിശബ്ദരാകുന്നു. സുവിശേഷത്തിന്റെ മൂർച്ചയുള്ള വശങ്ങൾ നാം മറയ്ക്കുന്നു. വിശ്വാസത്തെ ഒരു സൗകര്യപ്രദമായ ആത്മീയതയാക്കി ചുരുക്കുന്നു. പക്ഷേ യേശു ഒരിക്കലും സൗകര്യപ്രദമായ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. പാപികളെ അവൻ അതിയായി സ്നേഹിച്ചു. എന്നാൽ പാപത്തെ അവൻ ഒരിക്കലും വിശുദ്ധിയെന്ന് വിളിച്ചില്ല. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ അവൻ ക്ഷമിച്ചു. എന്നാൽ അതോടൊപ്പം പറഞ്ഞു, പോയി ഇനി പാപം ചെയ്യരുത്. അവൻ രോഗികളെ സ്പർശിച്ചു, തകർന്നവരെ സ്വീകരിച്ചു, ചുങ്കക്കാരോടൊപ്പം ഭക്ഷണം കഴിച്ചു. എന്നാൽ അതേസമയം കപടഭക്തിയെയും അഹങ്കാരത്തെയും ദ്രവ്യലോഭത്തെയും അവൻ ശക്തമായി ചോദ്യം ചെയ്തു. യേശുവിൽ കരുണ ഉണ്ടായിരുന്നു, പക്ഷേ സത്യത്തിൽ ഒരിക്കലും വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. ആ സത്യം തന്നെയാണ് അവനെ ക്രൂശിലേക്ക് നയിച്ചത്. പിതാവേ, സമയം എത്തിയിരിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ അവൻ സംസാരിക്കുന്നത് തന്റെ പീഡാനുഭവത്തെക്കുറിച്ചാണ്. വഞ്ചന, വേദന, ക്രൂശിക്കൽ, ബലി. എന്നാൽ യേശു അതിനെ മഹത്വം എന്ന് വിളിക്കുന്നു. ലോകത്തിന് മഹത്വം എന്നത് ശക്തി, വിജയം, പ്രശസ്തി, കൈയടി, സ്വാധീനം എന്നിവയാണ്. എന്നാൽ യേശു മറ്റൊരു മഹത്വം കാണിച്ചു തരുന്നു. ശിഷ്യരുടെ കാൽ കഴുകുക, ക്രൂശ് ചുമക്കുക, ശത്രുക്കളെ ക്ഷമിക്കുക, സ്വന്തം ജീവിതം സ്നേഹത്തിൽ സമർപ്പിക്കുക. ക്രൂശ് പരാജയമല്ല, ക്രൂശ് സ്നേഹത്തിന്റെ പൂർണ്ണ വെളിപ്പാടാണ്. പലർക്കും ത്യാഗമില്ലാത്ത ക്രിസ്തീയതയാണ് വേണ്ടത്, ക്രൂശില്ലാത്ത ഉയിർപ്പ്. എന്നാൽ യഥാർത്ഥ സ്നേഹത്തിന് എപ്പോഴും ഒരു വിലയുണ്ട്. ഇന്നലെ 2 യുവതികൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ അവർ അവരുടെ ജീവിതത്തെക്കുറിച്ചും ദൈവത്തെ സേവിക്കാനുള്ള ആഗ്രഹത്തെക്കുറിച്ചും സംസാരിച്ചു. അവരിൽ ഒരാൾ പ്രത്യേകിച്ച് സന്യാസ ജീവിതത്തെക്കുറിച്ച് അതിയായ ആകർഷണത്തോടെ സംസാരിച്ചു. സന്യാസിനികളുടെ ലാളിത്യം, പ്രാർത്ഥന, ദരിദ്രസേവനം, യേശുവിനോടുള്ള സമർപ്പണം, ഇതെല്ലാം അവളെ ആഴത്തിൽ സ്പർശിച്ചിരുന്നു. അടുത്തിടെ അവൾ ഒരു ക്രിസ്തീയ സ്ഥാപനത്തിൽ ജോലി ആരംഭിച്ചു. അവിടെ സന്തോഷവും സാക്ഷ്യവും ദൗത്യബോധവും കാണുമെന്നാണ് അവൾ കരുതിയത്. പക്ഷേ പതുക്കെ അവൾ നിരാശപ്പെട്ടു. അവിടെ കൂടുതലായി കേട്ടത് പണം, ശമ്പളം, ലക്ഷ്യങ്ങൾ, സമ്മർദ്ദം, വിജയം എന്നിങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. നോമ്പുകാല വെള്ളിയാഴ്ചകളിൽ കുരിശിന്റെ വഴി പ്രാർത്ഥിക്കാനുപോലും ജോലിയുടെ പേരിൽ അവസരം ലഭിച്ചില്ല. അവളുടെ ഉള്ളിൽ ഒരു ചോദ്യം വളരാൻ തുടങ്ങി. സാക്ഷ്യം എവിടെയാണ്? ക്രിസ്തുവിനോടുള്ള പൂർണ്ണ സമർപ്പണത്തിന്റെ സന്തോഷം എവിടെയാണ്? ഇന്ന് പല യുവജനങ്ങളുടെയും ഉള്ളിൽ ഇതേ വേദനയുണ്ട്. ചിലപ്പോൾ സഭയ്ക്ക് പുറത്തുള്ള ലോകം കൊണ്ടല്ല ഏറ്റവും വലിയ ആശയക്കുഴപ്പമുണ്ടാകുന്നത്. ചിലപ്പോൾ ക്രിസ്തീയ ഇടങ്ങൾ തന്നെ ലോകത്തെപ്പോലെ പണം, പ്രശസ്തി, മത്സരം, കാര്യക്ഷമത എന്നിവയുടെ പിന്നാലെ ഓടുമ്പോഴാണ് യുവജനങ്ങൾ നിരാശരാകുന്നത്. പക്ഷേ ഒരുപക്ഷേ ഈ അനുഭവം തന്നെയാകാം ദൈവത്തിന്റെ വിളി. മറ്റുള്ളവർ അവരുടെ തീ അണച്ചതുകൊണ്ട് നീ നിന്റെ തീ അണയ്ക്കരുത്. നീ അന്വേഷിക്കുന്ന സാക്ഷ്യം നീ തന്നെയാകുക. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പ്രാർത്ഥിക്കുന്നത് ഇതുതന്നെയാണ്. ശിഷ്യരെ ലോകത്തിൽ നിന്ന് മാറ്റണമെന്നല്ല യേശു പിതാവിനോട് പറയുന്നത്.
അവർ ലോകത്തിൽ തന്നെ തുടരണമെന്നും പക്ഷേ ലോകത്തിന്റെ ആത്മാവിൽ പെടാതിരിക്കണമെന്നും അവൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യാനികൾ ലോകത്തിൽ നിന്ന് ഓടിപ്പോകാൻ വിളിക്കപ്പെട്ടവർ അല്ല, ലോകത്തെപ്പോലെ ആകാനുമല്ല വിളി. ലോകത്തെ ഉള്ളിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് ദൈവം നമ്മെ അയച്ചിരിക്കുന്നത്. അതൊന്നും എളുപ്പമല്ല. പ്രവാചകനായ ജെറമിയ ഈ പോരാട്ടം അനുഭവിച്ചു. നിന്റെ വചനം എന്റെ അസ്ഥികളിൽ കത്തുന്ന അഗ്നി പോലെ ആയി എന്ന് അവൻ പറഞ്ഞു. അവൻ മിണ്ടാതിരിക്കാനായില്ല. സിയാനയിലെ വിശുദ്ധ കാതറിൻ പറഞ്ഞിട്ടുണ്ട്, ഭയത്താൽ സത്യം മിണ്ടാതിരിക്കരുത്. ഇന്ന് ലോകത്തിന് ആവശ്യമുള്ളത് കോപമുള്ള ക്രിസ്ത്യാനികളെ അല്ല, അഹങ്കാരികളായ വിശ്വാസികളെയും അല്ല, സത്യത്തിലും സ്നേഹത്തിലും ജ്വലിക്കുന്ന വിശുദ്ധരെയാണ്. ഇന്നത്തെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ വാക്കുകളിൽ ഒന്ന് യേശു പറയുന്നു, നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. നിത്യജീവൻ എന്നത് മരണാനന്തരമായ ഒരിക്കലും അവസാനിക്കാത്ത ജീവിതം മാത്രമല്ല, നിത്യജീവൻ ബന്ധമാണ്. തിരുവെഴുത്തിൽ അറിയുക എന്നത് അടുപ്പം, കൂട്ടായ്മ, സൗഹൃദം, ഏകത്വം എന്നിവയാണ് അർത്ഥമാക്കുന്നത്. ക്രിസ്തീയത എന്നത് ചില പ്രാർത്ഥനകൾ പഠിക്കുന്നതോ ചില സത്യങ്ങൾ മനഃപാഠമാക്കുന്നതോ മാത്രമല്ല, അത് ഒരു വ്യക്തിയെ അറിയുന്നതാണ്. പലർക്കും യേശുവിനെക്കുറിച്ച് അറിയാം, എന്നാൽ യഥാർത്ഥത്തിൽ യേശുവിനെ അറിയുന്നവർ കുറവാണ്. ക്രൂശ് അടുത്തെത്തിയപ്പോഴും യേശു എന്താണ് ചെയ്തത്? അവൻ നമുക്കുവേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധ പിതാവേ, അവരെ കാത്തുകൊള്ളേണമേ. ഈ വാക്കുകൾ എത്ര വലിയ ആശ്വാസമാണ്. നാം ദുർബലരാകുമ്പോൾ യേശു നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു. പരീക്ഷണങ്ങളിൽ വീഴുമ്പോൾ യേശു നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾ വേദനിക്കുമ്പോൾ യേശു നമുക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു. നാം ദൈവത്തെ പിടിച്ചു നിൽക്കുന്നതിന് മുമ്പേ ദൈവം നമ്മെ പിടിച്ചു നിർത്തുന്നുണ്ട്. സുവിശേഷത്തിന്റെ അവസാനം യേശു പറയുന്നു, നീ എനിക്ക് ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നമ്മിൽ ഓരോരുത്തർക്കും ഒരു ദൗത്യം ദൈവം നൽകിയിട്ടുണ്ട്. ചിലർക്കത് വിശ്വാസത്തിൽ മക്കളെ വളർത്തലാണ്, ചിലർക്കത് വിവാഹ ജീവിതത്തിലെ വിശ്വസ്തത, ചിലർക്കത് ദരിദ്ര സേവനം, ചിലർക്കത് സാധാരണ ജീവിതത്തിൽ നിശബ്ദമായി ക്രിസ്തുവിനെ സാക്ഷ്യം ചെയ്യലാണ്. ലോകത്തിന്റെ കണ്ണിൽ നമ്മുടെ ദൗത്യം വലുതാണോ എന്നതല്ല പ്രധാനപ്പെട്ടത്, നാം വിശ്വസ്തരായിരുന്നോ എന്നതാണ് പ്രധാന ചോദ്യം. ജീവിതത്തിന്റെ അവസാനം പണവും പ്രശസ്തിയും നേട്ടങ്ങളും എല്ലാം ഇല്ലാതാകും. പക്ഷേ ഒരു കാര്യം മാത്രം ശേഷിക്കും, നമ്മൾ ആരെയെങ്കിലും ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചോ? അപ്പോൾ നമുക്കും യേശുവിനൊപ്പം പറയാൻ കഴിയട്ടെ, ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി. പൗലോസിനൊപ്പം പറയാൻ കഴിയട്ടെ, ഞാൻ പിന്നോട്ടില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് അഹങ്കാരമില്ലാത്ത ധൈര്യവും ക്രൂരതയില്ലാത്ത സത്യവും വിട്ടുവീഴ്ചയില്ലാത്ത കരുണയും ആശയക്കുഴപ്പമുള്ള ഈ ലോകത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസവും നൽകട്ടെ. ജീവിതത്തിന്റെ അവസാന നിമിഷത്തിൽ പശ്ചാത്താപമല്ല, സമാധാനമാണ് നമ്മുടെ ഹൃദയത്തിൽ നിറയേണ്ടത്. ദൈവം ഏൽപ്പിച്ച ദൗത്യം അപൂർണമായിരുന്നാലും ആത്മാർത്ഥമായി പൂർത്തിയാക്കാൻ ശ്രമിച്ചുവെന്ന് അറിയുന്ന സമാധാനം. ആമേൻ.